സീനിയറായിട്ടുള്ള പ്രഗത്ഭരും പ്രബുദ്ധരുമായ സയ്യിദവറുകൾ, ഉസ്താദന്മാർ, മഹല്ല് നേതാക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, യുവാക്കൾ, വിദ്യാർത്ഥി ഉമ്മ-പെങ്ങന്മാർ, സഹോദരന്മാർ, ഈ സംരംഭം അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലാഹി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാരാവട്ടെ എന്ന പ്രാർത്ഥനയോടെ 3 നിമിഷത്തിന്റെ ആശംസ പറയാൻ വേണ്ടിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ശ്ലാഘനീയമായ, പ്രശംസനീയമായ ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. കാലം എത്ര ദൂരത്തേക്ക് ആധുനിക ലോകത്ത് അനിസ്ലാമികമായ വഴിയിൽ സഞ്ചരിക്കുമ്പോഴും നമ്മൾ പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ലോകം ഏത് നിലക്ക് അവസാനത്തിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും ഇസ്ലാമിന്റെ തനതായ ശൈലിയും ഇസ്ലാമിന്റെ ശരിയകളും മുൻഗാമികൾ ചെയ്തുപോയ ആ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ചിട്ട് നമ്മളുടെ ഈ നാടിനെയൊക്കെ നിയന്ത്രിച്ചിരുന്ന കലന്തർ ബാബ ജാവകൽ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ 39 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഈ ദഫ് കമ്മിറ്റിയുടെ ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. ആധുനിക ലോകം വഴിമാറി സഞ്ചരിക്കുമ്പോ അതിനുള്ള ഉപകരണങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ചു. വയല് നടത്തി നോക്കി. ഒരേ ഉസ്താദിനെ കൊണ്ട് ആഴ്ചയോളം മാസത്തോളം അതിൽ എഫക്റ്റീവ് ആകുന്നില്ല എന്ന് വരുമ്പോ ഒരേ ദിവസത്തിൽ 15 ഉസ്താദന്മാരെ കൊണ്ട് ദീനി പ്രബോധനം നടത്തി നോക്കി. അങ്ങനെ പുതിയ പുതിയ വൈവിധ്യങ്ങൾ തുടങ്ങിക്കൊണ്ട് വിചാരിച്ചതുപോലെ റിസൾട്ട് കാണാതെ വരുമ്പോഴാണ് നേരെ തിരിച്ചു പോയത്. 15-20 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് തട്ടണമെങ്കിൽ, മനുഷ്യ മാനസങ്ങളിൽ തറച്ചു നിൽക്കണമെങ്കിൽ പഴയ കാലത്ത് കഥാപ്രസംഗത്തിലൂടെ, അവതരണത്തിലൂടെ, പാട്ടിലൂടെയായിരുന്നു എന്ന് ലോകം കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം റിഫായി ഷെയ്ഖിന്റെ പേരിലുള്ള കോൾപൈ ജമാഅത്തിന്റെ അണ്ടറിലുള്ള ഇവിടുത്തെ ബാലക്കാർ തിരിച്ചു വന്നത്. ഇന്നലത്തെ കഥയിൽ അവതരിപ്പിച്ച മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കല്യാണത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന സഹാബി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 20 ദിർഹം വെള്ളി കൊടുത്തു. കൂടാതെ സ്വന്തം വകയായി മൊത്തം 400 വെള്ളി ദീനാർ കയ്യിൽ പിടിക്കുന്ന സമയത്താണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ പോകുന്നത്. ഈ കഥകൾ കുറെ കേട്ടവരായിരിക്കാം. പക്ഷേ പാടിയും പറഞ്ഞും അവതരിപ്പിച്ചും പറയുമ്പോ ടെക്സ്റ്റൈൽ നിന്ന് കുപ്പായം വാങ്ങുന്ന നാളെ ഉച്ചക്ക് പുതിമണവാളനായി ചമയേണ്ട സയ്യിദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് ആഹ്വാനം വരുമ്പോ എനിക്ക് ഈ നൈമിഷികമായ ദുനിയാവിന്റെ മണിയറയാകുന്ന സ്വർഗത്തെക്കാൾ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ എന്നേക്കും നിൽക്കുന്ന പാരത്രികമായ അവസാനമില്ലാത്ത സ്വർഗമാണ് എനിക്ക് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു 200 ദിർഹമിന്റെ ഒട്ടകവും 199 രൂപയുടെ പടയങ്ങിയും പടക്കുപ്പായവും ആയുധവും വാങ്ങി. തീർന്നില്ല. യുദ്ധത്തിന് പോകണമെങ്കിൽ ഹബീബ് എല്ലാവരെയും സമ്മതിക്കുന്നില്ല. കുട്ടികളെ കൊണ്ടുപോകരുത്, വയസ്സന്മാരെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത് എന്ന് പ്രഖ്യാപനം നടത്തിയ ഹബീബായ പ്രവാചകന് നാളെ നിക്കാഹിനിരിക്കേണ്ട പുതിയ പിളയാകുന്ന എന്നെ യുദ്ധത്തിനയക്കില്ല എന്ന് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ബാക്കിയായ 1 ദിർഹം കൊണ്ട് മുഖത്തിലേക്ക് ഒരു മറ കൊണ്ടുവന്നുകൊണ്ട് എന്റെ മുഖപരിചയം ഹബീബിന് കാണാൻ പാടില്ല. ഹബീബ് കണ്ടാൽ എനിക്ക് കിട്ടുന്ന സ്വർഗത്തിലേക്കുള്ള പ്രതിഫലത്തെ ഹബീബ് തടയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹബീബായ പ്രവാചകന്റെ സഹാബത്ത് യുദ്ധകളത്തിൽ ഷഹീദായി സ്വർഗത്തിലേക്ക് പോയ കഥയെക്കുറിച്ച് രേഖപ്പെടുത്തി ഈ നാട്ടുകാരെ അറിയിക്കാനാണ് ഇവിടുത്തെ നല്ലവരായ ഇതിന്റെ ഭാരവാഹികൾ
അധ്വാനിച്ച് അവർ ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സഭയും ഇങ്ങനെയുള്ള പരിപാടിയും ഒരുക്കിയത്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാരാവട്ടെ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, ത്യാഗം ചെയ്തവർ, അധ്വാനിച്ചവർ, മഹാന്മാരായ റിഫായി ശൈഖ് തങ്ങൾ കടക്കുന്ന, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജാവകൽ കലന്തർ ബാബയോട് കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖും ഭാഗ്യവും നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസരം നൽകിയതിന് സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ 1-2 വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.